ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 84-ാം ദിവസത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ടുള്ള ഭാഗം ജോഷുവയുടെ പുസ്തകം 10-11 അധ്യായങ്ങളും സങ്കീർത്തനം 128 അധ്യായമാണ്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ കഥ അല്ലെങ്കിൽ ചരിത്രം എങ്ങനെയാണ്? ഇസ്രായേൽ ജനം മോശയുടെ മരണശേഷം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് ജോഷുവയിലൂടെയാണ്. ഈ ബൈബിളിലെ കഥകൾ, പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് സംഭവം നടന്ന ഉടനെ തന്നെ എഴുതി വയ്ക്കുന്നതല്ല. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം, പ്രത്യേകിച്ച് ഒരു 600-700 കാലഘട്ടത്തിന് ശേഷമാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. മോശയ്ക്ക് ശേഷം വന്ന ജോഷുവ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ഔദ്യോഗിക ഹിസ്റ്ററിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു BC 1200 ചേർന്നാണ്. ഈ പുസ്തകം എഴുതുന്നതാകട്ടെ ഏകദേശം BC 600 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു 700 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അങ്ങനെ തന്നെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ 10-11 അധ്യായം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലും കാനാൻ ദേശത്തേക്ക് വരുന്നു. അവരായി പട്ടണം കീഴടക്കുന്നു, ജെറീക്കോ പട്ടണം കീഴ്വടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള നാട്ടുരാജാക്കന്മാർക്ക് പേടിയും ഭയവും ആവുന്നു, അവർക്ക് സംശയമാവുന്നു. പ്രത്യേകിച്ച് ഗിബയോൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട രാജ്യം. അപ്പോൾ തങ്ങളെ ആക്രമിക്കുമെന്ന് തോന്നിക്കഴിയുമ്പോൾ ഗിബയോൻ്റെ രാജാവ് പോയിട്ട് ജോഷുവുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുകയാണ്. ഗിബയോൻ സന്ധിയിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗിബയോന് ചേർന്നുള്ള മറ്റ് നാട്ടുരാജ്യങ്ങൾ, അത് അമോന്യരുടെ രാജാക്കന്മാരാണ്. ജെറുസലേമിൻ്റെ രാജാവുണ്ട്, ഹെബ്രോൻ്റെ രാജാവുണ്ട്, എഗ്ലോൻ്റെ രാജാവുണ്ട്. ഇവരെല്ലാവരും കൂടി ഗിബയോനെ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിബയോൻ ജോഷുവേനെ സഹായത്തിന് വിളിക്കുന്നു. ഗിബയോന് വേണ്ടിയിട്ട് ജോഷുവ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് ഈ അമോന്യരുമായിട്ട് പോരാടുന്നതിൻ്റെ നീണ്ട യുദ്ധത്തിൻ്റെ ചരിത്രമാണ് ഈ 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും തർക്കവിഷയമായിട്ടുള്ള ഭാഗം ഈ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം മുതലാണ്. പറയുന്നതിനാണ് ഗിബയോൻ താഴ്വരയിൽ വെച്ച് ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ ഈ ജോഷുവ പറയാണ് സൂര്യൻ്റെ അടുത്ത് നീ നിശ്ചലമായിട്ട് നിൽക്കാനായിട്ട്. അങ്ങനെ പറയുന്ന ബൈബിളിൽ പറയുന്നതനുസരിച്ച് സൂര്യൻ ജോഷുവ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിക്കണ വരെ ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങനെ നിശ്ചലമായിട്ട് നിന്നു. അത് അസ്തമിച്ചില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, അങ്ങനെ തന്നെ സംഭവിച്ചോ എന്നുള്ളത്. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഈ വിശ്വാസപരമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നും ഇസ്രായേൽക്കാർ ജയിക്കുന്നവരെ സൂര്യൻ അസ്തമിച്ചില്ല, സൂര്യൻ നിശ്ചലമായിട്ട് നിന്നു എന്നൊക്കെ പറയും. അന്നത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്, ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെയാണ് അന്നത്തെ ഒരു ചിന്താഗതി. പിന്നീട് ഗലീലിയോയും കോപ്പർനിക്കസൊക്കെയാണ് ആ ഒരു ചിന്ത തന്നെ മാറ്റിക്കരിച്ചത്. അപ്പോൾ ബൈബിൾ എഴുതുന്ന സമയത്ത് കറങ്ങുന്ന സൂര്യൻ നിശ്ചലമായിട്ട് നിന്നു എന്നൊക്കെയാണ് അവർ എഴുതി വെക്കുന്നത്. പിന്നീട് നമുക്കറിയാം സൂര്യൻ നിശ്ചലമായിട്ട് നിൽക്കുക തന്നെയാണ്. പിന്നീട് പറയുന്നത്, ഇതിന് മറ്റൊരു സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, പലപ്പോഴും ഈ ലോങ് ഡേ ഉണ്ട്, ചില ദിവസങ്ങളിൽ പകലിന് ദൈർഘ്യം കൂടിയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ യുദ്ധം നടന്ന ദിവസം ഒരു പക്ഷേ ഈ പകലിന് ദൈർഘ്യം കൂടിയ ഒരു ദിനമായിട്ട് മാറിയേക്കാം. അങ്ങനെയാണ് ഇങ്ങനൊരു ചിന്ത ഇസ്രായേൽക്കാരുടെ ഇടയിൽ വന്നത്. ജോഷുവ യുദ്ധത്തിൽ ജയിക്കുന്നവരെ സൂര്യൻ അസ്തമിച്ചില്ല എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലനേഷൻ തന്നെ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഈ സൂര്യനിൽ ചില പ്രതിഭാസങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഗിബിയോൺ താഴ്വരയിൽ ആ യുദ്ധത്തിൻ്റെ ദിവസങ്ങളിൽ അങ്ങനെ സൂര്യൻ്റെ ഒരു പ്രതിഭാസം കണ്ടിരിക്കാം എന്നൊക്കെ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം ബൈബിൾ ഒരു ഹിസ്റ്റോറിക്കൽ പുസ്തകമല്ല, അതൊരു ഫെയ്ത്ത് കണ്ടൻറ്റ് ഹിസ്റ്ററിയാണ്, പ്യുവർ ഹിസ്റ്ററി ആയിട്ട് പറയാൻ പറ്റില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് 700 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിന്ന് അവർ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ നോക്കുന്നു. ബൈബിളിലെ പുസ്തകങ്ങൾ ഏറെക്കുറെ എല്ലാം അങ്ങനെ തന്നെയാണ് എഴുതപ്പെട്ടത്. അതിനാണ് റിട്രോജക്ഷൻ എന്ന് പറയുക, പ്രൊജക്റ്റ് ഇൻ ടു ദ പാസ്റ്റ് എന്നാണ് പറയുക. പഴയ കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് കാലഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ബൈബിൾ എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഫെയ്ത്തിൻ്റെ ഭാഗമാണ് ജോഷുവ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് ഗിബയോൺ താഴ്വരയിൽ അമോന്യരെ തോൽപ്പിക്കുന്നവരെ ദൈവം സൂര്യനെ അസ്തമിക്കാതെ നിശ്ചലമായിട്ട് നിർത്തി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫെയ്ത്തിൻ്റെ കണ്ണിലൂടെ വേണം ആ അധ്യായത്തെ വായിക്കാൻ എന്നുള്ളത്. പിന്നീട് വളരെ ക്രൂരമാണ് പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ. ഈ ഓടിപ്പോയ രാജാക്കന്മാർ, ജോഷുവനെ പേടിച്ച് ഇസ്രായേൽ ജനത്തെ പേടിച്ച് ഓടിപ്പോയ രാജാക്കന്മാർ, അവർ 5 പേരുണ്ടായിരുന്നു. അവർ കുറേ പേര് അവരുടെ അനുയായികൾ കന്മഴ വീണ് മരിക്കുന്നു. രാജാക്കന്മാർ പേടിച്ചൊരു ഗുഹയിൽ ഒളിക്കുന്നു. ജോഷുവയായിട്ട് ഗുഹയുടെ വാതിൽ അടച്ചു വയ്ക്കുന്നു. പിന്നീട് ഈ 5 രാജാക്കന്മാരെയും തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടി തൂക്കുന്നു. അവരുടെ ശവശരീരങ്ങൾ പിന്നീട് സംസ്കരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് വളരെ ക്രൂരമാണ് എന്നൊക്കെ തോന്നാം. എന്തുകൊണ്ടാണ് ജോഷു ഇങ്ങനെ ചെയ്യണേ, ഇസ്രായേൽ ജനം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഈ ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട തിയോളജി എന്ന് പറഞ്ഞാൽ എലക്ഷൻ തിയോളജിയാണ്. എലക്ഷൻ തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത്തെ ഇലക്ട് ചെയ്തു, മറ്റുള്ളവരെയൊക്കെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ഇത് ദൈവം തീരുമാനിച്ചു, യഹോവ തീരുമാനിച്ച നിലകളുപരിയായിട്ട് അങ്ങനെ ഇസ്രായേൽക്കാർ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നവരും മറ്റുള്ള രാജാക്കന്മാരും അവരുടെ അനുയായികളൊക്കെ
നശിപ്പിക്കപ്പെടേണ്ടവരുമാണ് എന്നുള്ള ചിന്തയാണ് പ്രത്യേകിച്ച് ഈ ജോഷുവയുടെ പുസ്തകത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുക. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും നശിപ്പിക്കലുകളും വാളിനിരയാക്കലും കത്തിക്കലും ഒക്കെയാണ്, പ്രത്യേകിച്ച് ഈ 10-11 അധ്യായത്തിൽ. അപ്പോൾ ഈ 10-ാം അധ്യായത്തിൽ അമ്മോനിൻ്റെ കീഴടക്കിയതിന് ശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ യാബീനെയും സഖ്യകക്ഷികളെയും ജോഷുവ കീഴടക്കുന്നതാണ്. അതും ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. മറ്റേ ഹൊറോസിലെ രാജാവാണ് യാബീൻ. അദ്ദേഹത്തെ യുദ്ധത്തിന് വരുന്നു. അപ്പോൾ യാബീനോട് ചേർന്ന് മറ്റുള്ള സഖ്യകക്ഷികൾ ജോഷുവയോട് പോരാടാൻ തീരുമാനിക്കുന്നു. ജോഷയാകട്ടെ ഇവരെയൊക്കെ ഒന്നിന് പുറകെ ഒന്നിനായിട്ട് വാളിനിരയാക്കുന്നു, കൊന്നുകളയുന്നു. അതിൻ്റെ എൻഡിങ്ങിൽ വരുമ്പോഴാണ് പറയുന്നത്, അതോടുകൂടി ഈ ജോഷുവ ഈ ദേശം മുഴുവൻ കീഴടക്കുകയും ഇസ്രായേൽ ജനത്തിന് ആ ദേശത്ത് വാസമുറപ്പിക്കാനായിട്ട് അവൻ ആ ദേശം വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് 12-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയും ശത്രു രാജ്യങ്ങളെ കീഴടക്കുകയും അവർ കാനാൻ ദേശത്ത് 12 ഗോത്രങ്ങളായി സെറ്റിലാവുകയും അങ്ങനെ സെറ്റിലാകാൻ ജോഷു സഹായിക്കുകയും ചെയ്തു. അങ്ങനെ താൽക്കാലികമായിട്ട് യുദ്ധങ്ങൾക്ക് ഒരു വിരാമമുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർത്താവിൻ്റെ വാക്ക് പാലിക്കുന്ന ജനമാണ് ഇസ്രായേൽ ജനം. അവർക്ക് കർത്താവ് അനുവദിച്ചിട്ടുള്ളതാണ് ഈ കാനാൻ ദേശം. അങ്ങനെ വാക്ക് പാലിക്കാത്ത മറ്റ് ജനതകളെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇലക്ഷൻ തിയോളജി ഈ ജോഷുവയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. 3-ാമത്തെ വായന സങ്കീർത്തന പുസ്തകം 128-ാം അധ്യായത്തിലാണ്. അതിൽ പറയുന്ന ഇപ്രകാരമാണ്, അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവൻ, കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവന് അവന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അവൻ്റെ ഭാര്യ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും, അവൻ്റെ മക്കൾ ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഈ സൈത്തുമുളകൾ പോലെ ഉലുവിൻ്റെ ചിലകൾ പോലെ മുളച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവർക്ക് കൊടുക്കുന്ന സമൃദ്ധിയെക്കുറിച്ചുള്ള വളരെ ചെറിയൊരു സങ്കീർത്തന ഭാഗമാണ് 128-ാം അധ്യായം. അത് സത്യത്തിൽ ആ സങ്കീർത്തന ഭാഗം ഇസ്രായേൽ ജനത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിലുള്ളവർ ആരാണോ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് അവന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. നമുക്ക് ഈ അധ്യായങ്ങൾ വായിക്കാം, ധ്യാനപൂർവ്വം വായിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യായം 10. ജോഷുവ ജെറീക്കോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബെയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അദോനിസെദേക്ക് കേട്ടു. അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി. കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണവും പോലെ ഗിബെയോനും ഒരു വലിയ പട്ടണമായിരുന്നു. അത് ആയ് പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു. ജെറുസലേം രാജാവായ അദ്വനിസെദേക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിനും യാർമുത്ത് രാജാവായ പിറാമിനും ലാഖിഷ് രാജാവായ ജെഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു: നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഗിബെയോനെ നശിപ്പിക്കാം. അവർ ജോഷുവയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. ജെറുസലേം, ഹെബ്രോൺ, യാർമുത്ത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ 5 അമോരി രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബെയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു. ഗിബെയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവയെ അറിയിച്ചു: അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ, വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക. എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോഷുവയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു: അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി. ഇസ്രായേലിന്റെ മുമ്പിൽ അമോര്യർ ഭയവിഹുലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബെയോനിൽ വെച്ച് അവരെ വകവരുത്തി. ബത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേദായിലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത്ഹോറോൺ ചുരമിറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു. അവർ മരിച്ചു വീണു. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്ക പറഞ്ഞു: സൂര്യ, നീ ഗിബെയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു. ചന്ദ്രൻ അനങ്ങിയതുമില്ല.
യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷ്വയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരും മക്കേദായിലുള്ള ഒരു ഗുഹയിൽ ഓടിയൊളിച്ചു. അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷ്വ അറിഞ്ഞു. അവൻ പറഞ്ഞു, ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക. നിങ്ങൾ അവിടെ നിൽക്കരുത്. ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക. പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷ്വയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു. ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേദായിലെ പാളയത്തിൽ ജോഷ്വയുടെ സമീപമെത്തി. അവർക്കെതിരെ ആരും നാവനക്കിയില്ല. അപ്പോൾ ജോഷ്വ കൽപ്പിച്ചു, ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം, ഹെബ്രോൺ, യാർമുത്ത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ജോഷ്വ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ജോഷ്വ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷ്വ അവരെ അടിച്ചു കൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷ്വയുടെ കൽപ്പനപ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയി ഇട്ടു. അതിന്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷ്വ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി. അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും അവശേഷിച്ചില്ല. ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അനന്തരം ജോഷ്വയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു. ആ പട്ടണത്തെയും അതിന്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു. ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി. ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിബ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷ്വയും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാഖീഷിലെത്തി അതിനെ ആക്രമിച്ചു. ലാഖീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 2-ാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോരാം ലാഖീഷിന്റെ സഹായത്തിനെത്തി. എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷ്വ അവനെയും അവന്റെ ജനത്തെയും സംഹരിച്ചു. ജോഷ്വയും ഇസ്രായേൽ ജനവും ലാഖീഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ച് കീഴടക്കി. അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു. ലാഖീഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു. അതിനുശേഷം ജോഷ്വയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു. അത് പിടിച്ചടക്കി. അതിന്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷ്വയും ഇസ്രായേൽ ജനവും ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. അതിന്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. അവിടെ ഒന്നും അവശേഷിച്ചില്ല. ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ജോഷ്വ രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി. ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു. കാദേശ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും ജോഷ്വ പിടിച്ചടക്കി. ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതിനുശേഷം ജോഷ്വയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചുപോന്നു. അധ്യായം 11.
ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫദ്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്കു പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷ്വായോട് അരുളിച്ചെയ്തു, അവരെ ഭയപ്പെടേണ്ട. നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷ്വ യോദ്ധാക്കളും ഒന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിദോൻ വരെയും മിസ്രേഫോത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു. ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലങ്ങളും അരാബായും, ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും, സയീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാക് മലയും, ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. സങ്കീർത്തനം 128. കുടുംബത്തിനുള്ള അനുഗ്രഹഗീതമാണ് 128 സങ്കീർത്തനം. നിരന്തരം ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിൽ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും
നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്കു നന്മ വരും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്കു നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സിയോനിൽ നിന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേൽ